അവരിപ്പൊ ഇരുന്ന് പഠിച്ചു അപ്പൊ എന്ത് പഠിച്ചു എന്നല്ല, ഇപ്പം ഇതിനായിട്ട് ഇരിക്കുമ്പോ എന്ത് പഠിച്ചു അത് മാത്രമാണ് ഇതില് വരുന്നത്. അതായത് ഇപ്പൊ നമ്മള് കോളേജിൽ തോറ്റ് അല്ലെങ്കിൽ കോളേജിൽ ടോപ്പർ ആയിരുന്നു, അതൊന്നും ഇതിനൊരു ഇതല്ല. എന്തായാലും ഇത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതിന് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. എനിക്ക് തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം തിയറിലോട്ട് പോയിട്ടില്ല. അപ്പം ഫസ്റ്റ് ഒക്കെ ഞാൻ ഒരു മാക്സിമം എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന എത്രയാണോ മാക്സിമം ഒരു 5 hourലൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. ആ ഒരു ടൈം ടേബിൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ടൈം ടേബിളിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ട്രാക്ക് കയറിയത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയ ചലഞ്ചല്ലേ, നാട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ അടുത്തറിയുന്നവർക്ക് അറിയാം, എല്ലാത്ത ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ പണിക്കൊന്നും പോകുന്നില്ലേ. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. അതായത് തിയറി ഫുൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് MCQ ഇറങ്ങാന്നല്ല, തിയറി അങ്ങ് ഇതിൻ്റെ മുകളിലൂടെ പോകണം. നമ്മൾ പിക്ക് ചെയ്യാത്ത പല പോർഷൻസ് ഉണ്ടാവും, അതിങ്ങനെ MCQ ചെയ്യുന്നതിനനുസരിച്ച് ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് വരിക എന്നുള്ളത് അല്ലേ. എന്തായാലും ഒരു ഗവൺമെന്റ് സീറ്റ് അതെന്തായാലും കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തായാലും ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് മാക്സിമം വർക്ക് ചെയ്യാം. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ അനീഷയാണ്. ഈ കഴിഞ്ഞിരിക്കുന്ന NEET MDSൽ ഓൾ ഇന്ത്യ റാങ്ക് 163 അല്ലേ, 163 വാങ്ങിച്ച അനീഷാണ്. സെൽഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ ഡോക്ടർ അനിഷ, കാലിക്കറ്റ് ഡെന്റൽ കോളേജിൽ നിന്നാണ് BDS കഴിഞ്ഞത്. 2018 ബാച്ച്. വീട്ടില് അമ്മ, അച്ഛൻ, ഏട്ടൻ, വാവ, ചേച്ചിയാണുള്ളത്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഫറോക്ക്. ഓക്കെ, ഈ നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് എന്ത് PG കയറാനാണ് ഇപ്പം എയിം ചെയ്തിരിക്കുന്നത്? ഞാൻ ഫസ്റ്റ് കേരളത്തിൽ നോക്കാന്നുള്ള രീതിയിലാണ് പോകുന്നത്. സ്പെഷ്യാലിറ്റി അപ്പൊ അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ പ്ലാൻ ഉണ്ടോ? നല്ലത് കിട്ടണം എന്നാണ് നോക്കാം. സീറ്റിന്റെ അലോട്ട്മെന്റ് ഡിസൈഡ് ചെയ്യും. സോ എങ്ങനെയായിരുന്നു ആ ജേണി? എനിക്കറിയാം ഈ 160 എത്തുക എന്നുള്ളതൊന്നും ഒരു ഈസി ആയിട്ടുള്ള ജേണി അല്ല, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജേണി ആയിരുന്നു അല്ലേ. എങ്ങനെയാണ് ഇൻ ഷോർട്ടായിട്ട് നമ്മൾ ഈ വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? എന്തായാലും ഇത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതിന് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ പഠിക്കണം. ഇതിനായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മള് ഒരു 10 hours എങ്കിലും മിനിമം. അത് ആദ്യം നമുക്ക് അത് പറ്റില്ല. എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. എത്ര ഹവേഴ്സ് തുടക്കത്തിൽ പറ്റുമായിരുന്നു? ഫസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. എനിക്ക് തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം തിയറിലോട്ട് പോയിട്ടില്ല. അപ്പം ഫസ്റ്റ് ഒക്കെ ഞാൻ ഒരു മാക്സിമം എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന എത്രയാണോ മാക്സിമം ഒരു 5 hourലൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. 5 hour എന്ന് പറഞ്ഞാല് ഒരു പേജൊക്കെ നീങ്ങുള്ളൂ ആ സമയത്ത്. പക്ഷെ പിന്നെ ഇങ്ങനെ കൂടി തുടങ്ങുമ്പോൾ എങ്ങനെ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നല്ലൊരു ഉഴപ്പിലാവും തുടങ്ങുന്നുണ്ടാവുക, പിന്നെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്നുള്ളത്. ഇത് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ഉള്ളതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തൊക്കെ റിക്വസിറ്റ്സാണ് വേണ്ടത്? അതായത് ഞാൻ പണ്ട് മുതലേ സ്കൂൾ ടോപ്പറായി വേണോ, കോളേജിൽ നന്നായി പഠിക്കുന്ന ആളാവണോ, ആ ഒരു പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെ? അങ്ങനെ ഒരു പ്രീ റിക്വസ്റ്റ് അതൊന്നും ഇല്ല ശരിക്കും. അതായത് നമ്മൾ ഇതിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ നമ്മള് കോളേജിൽ തോറ്റ് അല്ലെങ്കിൽ കോളേജിൽ ടോപ്പർ ആയിരുന്നു, അതൊന്നും ഇതിനൊരു ഇതല്ല. നമ്മള് കുറെ കണ്ടതാണല്ലോ. ഇപ്പൊ തന്നെ ടോപ്പേഴ്സിനെ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. അതിലിപ്പം പാസ്സാവാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് വെച്ചാല് അവരിപ്പൊ ഇരുന്ന് പഠിച്ചു അപ്പൊ എന്ത് പഠിച്ചു എന്നല്ല, ഇപ്പം ഇതിനായിട്ട് ഇരിക്കുമ്പോ എന്ത് പഠിച്ചു അത് മാത്രമാണ് ഇതില് വരുന്നത്. എക്സാക്ട്ലി. നമ്മുടെ ആ ഒരു പ്രിപ്പറേഷന്റെ സ്റ്റേജ് എക്സാമിന്റെ മുന്നുള്ള 6-8 മാസം നമ്മൾ എത്രത്തോളം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ഇരുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഇപ്പം അനീഷ ചെയ്തിരിക്കുന്ന കുറച്ച് നല്ല സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന കുറച്ച് സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? അതായത് ഞാൻ ഇന്റേൺഷിപ്പിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാലിക്കറ്റിന്റെ എക്സാം നടത്തുമല്ലോ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തു തുടങ്ങിയത്. അത് ആ ഒരു ടൈം ടേബിൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ടൈം ടേബിളിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ട്രാക്ക് കയറിയത്. ട്രാക്ക് കയറിയെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറച്ച് നമുക്ക് കുറയും, പിന്നെ ഫസ്റ്റ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയുള്ള പോലെയാ ഉണ്ടാവുക. പക്ഷെ ആ എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മൾ കയറി തുടങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ വേണ്ടി തോന്നും. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുക, പിന്നെ ടൈം ടേബിൾ നന്നായിട്ട് ചെയ്യുക. അതായത് ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം, ഡെയിലി ഒരു ടാർഗറ്റ്. അതായത് എത്ര കുറച്ചാണെങ്കിലും അത് ചെയ്തിട്ടേ നമ്മൾ കംപ്ലീറ്റ് ആക്കുള്ളൂ ആ ഡേ. അങ്ങനെ പിന്നെ MCQ ആണ് മെയിൻ ആയിട്ട്. തിയറിയിലേക്ക് അധികം പോവണ്ട. MCQ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. അതായത് തിയറി ഫുൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് MCQ ഇറങ്ങാന്നല്ല, തിയറി അങ്ങ് ഇതിൻ്റെ മുകളിലൂടെ പോകണം. നമ്മൾ പിക്ക് ചെയ്യാത്ത പല പോർഷൻസ് ഉണ്ടാവും, അതിങ്ങനെ MCQ ചെയ്യുന്നതിനനുസരിച്ച് ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് വരിക എന്നുള്ളത് അല്ലേ. ഒരു അവറേജ് പഠിച്ചിരിക്കുന്ന ഒരു സമയമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്പറൊക്കെ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഐഡിയ കിട്ടുകയാണ്. മേ ബി സ്റ്റാർട്ടിങ് ഓഫ് ദ ഇയർ, ഒരു മിഡ് ഓഫ് ദ ഇയർ ആൻഡ് എൻഡ് ഓഫ് ദ ഇയർ. ഫസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു 2 പേജ് 3 പേജൊക്കെ പോയാലായി, അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു മിഡ്
എൻഡ് ഒക്കെ ആയപ്പോൾ, അതായത് നവംബർ അതിനെയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് സ്പീഡിലായി, ഒരു 800 ആ ഒരു റേഞ്ചിൽ എത്താൻ തുടങ്ങി. പിന്നെ ലാസ്റ്റിലോട്ടായപ്പോൾ സബ്ജക്ട് തന്നെ തീർക്കാൻ തുടങ്ങി. ഒരു സബ്ജക്ട്, 2 സബ്ജക്ട്, അങ്ങനെ ഓരോ ദിവസങ്ങളിൽ തീർക്കാൻ തുടങ്ങി. അതൊക്കെ പണ്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു? അത്രയൊന്നും എന്തായാലും പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ജസ്റ്റ് ഒരു പേജ് അങ്ങനെ അതിലൊക്കെ 15 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഡെയിലി ബേസ് ചെയ്ത് എന്ത് വിചാരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക? എന്തായാലും ഒരു ഗവൺമെന്റ് സീറ്റ് അതെന്തായാലും കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തായാലും ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് മാക്സിമം വർക്ക് ചെയ്യാം. മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് വർക്ക് ചെയ്യാം. We will do our best and God will give rest. അങ്ങനത്തെ ഒരു ഇതാണ്. വർക്ക് അതിനോട് കൂടുതൽ ചോദിക്കാനുള്ളതാണ്, ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല, പല സമയത്ത് ഭയങ്കര ഡൗൺ ആവും. അനീഷക്ക് ഈ ഡൗണെന്ന് എന്താ പറയാ, തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു? ഞാൻ ഒന്നാമത് വീട്ടിലായിരുന്നു. അപ്പോ വീട്ടില് എല്ലാരുമായിട്ട് സംസാരിക്കുന്നതും, പിന്നെ എനിക്ക് ഏട്ടൻ്റെ ഒരു വാവയുണ്ട്, അപ്പൊ ആ വാവേന്റെ കൂടെ അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ. കുട്ടിയാകുമ്പോ വാവാകുമ്പോ പ്രത്യേകത ഉണ്ട്, പഠിച്ചത് എവിടെ എത്തിയെന്നൊന്നും ചോദിക്കൂല അല്ലേ? വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിലും നാട്ടുകാർക്കാണല്ലോ വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെ കിട്ടിയോ ആയില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും. ക്ലിനിക്ക് പോവാനുള്ള ഒരു ഇതാണ് എല്ലാവർക്കും, എന്തിനാ വെറുതെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ടോക്കാണ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയ ചലഞ്ചല്ലേ. നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്നവർക്ക് അറിയാം, എല്ലാത്ത ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ പണിക്കൊന്നും പോകുന്നില്ലേ. അപ്പൊ അത് ഭയങ്കര റിഗ്രറ്റ്. അത് കഴിഞ്ഞ് റാങ്ക് കാണിച്ചു കൊടുത്തപ്പോ എന്ത് പറഞ്ഞു ബാക്കിയുള്ളവര്? അവരൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിക്കാത്തവര് പോലും ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം കണ്ടപ്പോ സന്തോഷം തോന്നിയല്ലേ? ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അതിപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെയ്തൊരു സാധനം എത്തിക്കുന്നത് വരെ ഡൗട്ട്ഫുൾ ആയിട്ട് കുറേ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓവർകം ചെയ്യേണ്ട ഒരു ചലഞ്ചൊക്കെ തന്നെയാണ് അല്ലേ? പ്രിപ്പറേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് മുന്നിൽ ചലഞ്ചസ് ഇരിക്കും, നമ്മുടെയൊക്കെ തന്നെ ഡൗട്ട്ഫുൾ ആക്കും, കൺഫ്യൂസ്ഡ് ആക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ സെൽഫായിട്ട് നമ്മൾ ഓവർകം ചെയ്ത് പോകണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് എടുത്ത് പറയാൻ പറ്റുന്നത്, മിസ്റ്റേക്സ് എന്നല്ല പറയുന്നത്, മേ ബി നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതത്ര വേണ്ടില്ലായിരുന്നു തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ? എനിക്ക് ഫസ്റ്റില് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ തിയറി ആയിരുന്നു പഠിക്കാൻ നോക്കിയത്. പക്ഷെ തിയറി പഠിക്കും, അതിന്റെ കൂടെ കുറച്ച് MCQ അങ്ങനെയായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇപ്പം പിന്നെ ആ നീറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. MCQ കൂടുതൽ ചെയ്യുക, തിയറി മിനിമൈസ് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതി. തിയറി കൺഫ്യൂഷനിലാകുന്ന പറയാം, തിയറി ക്വിക്കായിട്ട് അങ്ങ് വായിച്ച് തീർക്കുക, അല്ലാണ്ട് അതിന് പെർഫെക്ഷൻ വരാൻ നിൽക്കണ്ട. എന്നിട്ട് MCQ ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ റീകളക്ട് ചെയ്ത് ബിൽഡ് ചെയ്യുന്നൊന്ന് റെഡി ആവും എന്നുള്ളത് അല്ലേ? പിന്നെ ഒന്നും കൂടെ ഉള്ള വെച്ചാൽ ഞാൻ അന്ന് എക്സാം അറ്റൻഡ് ചെയ്യും, എനിക്ക് കുറച്ച് മാർക്ക് ഉണ്ട്, പക്ഷെ ഞാൻ അതിൽ തെറ്റിയ ആൻസേഴ്സിന് റിവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ എല്ലാ തെറ്റിയ ആൻസേഴ്സും എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഞാൻ കണ്ടെത്തും. അങ്ങനെയാണ് കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നത്. ലൈക്ക് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റിയ സാധനം എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് പിന്നെ യൂസ്ഫുൾ ആയ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ? സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ തെറ്റിക്കാറ്. അതായത് കഴിഞ്ഞ നീറ്റിന് എനിക്ക് ഏറ്റവും പറ്റിയത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സാധനങ്ങളാണ് ഞാൻ തെറ്റിച്ചത്. അപ്പം അതായത് ഈ കോമ്പറ്റീഷൻ വരുന്നത് ഈ സിമ്പിൾ സാധനങ്ങളിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ എക്സ്ട്രാ എത്ര കിട്ടും അങ്ങനത്തെ ഒരു രീതിയിലാണ് പണ്ടത്തെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത്. പക്ഷെ ഇപ്പം ഞാൻ എന്ത് പഠിക്കുന്നോ അത് ഞാൻ എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കും. അവിടെ പറഞ്ഞത് അനീഷ പറഞ്ഞിരിക്കുന്ന നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ മാർക്ക് കൂടാൻ വേണ്ടി എന്തോ വലിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്നതിന്റെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് അറിയുന്ന സിമ്പിളായി നമ്മൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്താൽ മനസ്സിലാവും. ചിലപ്പോൾ ശ്രദ്ധക്കുറവ്, ചെറിയ ധാരണക്കുറവ്, അങ്ങനെ കാരണം കൊണ്ട് തെറ്റുന്നതായിരിക്കും. അപ്പോൾ അത് റിവ്യൂ ചെയ്ത് അതിനാൽ നെക്സ്റ്റ് തവണ ആ ക്വസ്റ്റ്യൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ വരും. ഇപ്പോൾ ബേസിക് ആയ കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഇപ്പോൾ പഠിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കുറേ വലിയ റാങ്ക് കിട്ടാൻ വേണ്ടി വലിയ എന്തോ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്, ബേസിക് ആയുള്ള കാര്യങ്ങൾ തന്നെ പോയാൽ മതി. കണ്ടന്റ് ബുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുമ്പോൾ എന്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാസേജ് കണ്ടന്റ് എന്നുള്ള ഒരു ബുക്ക് ബാട്ടിയെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കണ്ടന്റ് കംപ്ലീറ്റ്ലി റിലേ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ എല്ലാവരും ക്യൂരിയോസിറ്റിയാണ് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, എന്തെല്ലാം കാര്യങ്ങൾ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഒരു ഇതില് ഒതുങ്ങി നിൽക്കുന്നേക്കാളും നമുക്ക് എത്ര MCQ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ മാക്സിമം ചെയ്യാം. ഈ പൾപ്പിന്റെ ആപ്പ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ ഡെയിലി അതിലൊരു 60 ക്വസ്റ്റ്യൻസിന്റെ എക്സാം വരും. അപ്പൊ നമ്മൾ അത് 60, അതായത് ഫസ്റ്റ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ 60 അറ്റൻഡ് ചെയ്ത് തുടങ്ങിയോടെ എനിക്ക് ആ 60 കഴിഞ്ഞിട്ടേ ഞാൻ തുടങ്ങുള്ളൂ ഡെയിലി. അങ്ങനത്തെ ഒരു
അതൊരു റൊട്ടീനാക്കി മാറ്റി. ഓക്കെ. ഈ ഗുരുവിൽ നിന്നും ബാട്ടി കാലിക്കറ്റ് ആപ്പിൽ നിന്നൊക്കെ എക്സാംസ് കാര്യങ്ങൾ വരേണ്ട, അതിന് പുറമെ പൾപ്പിലെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസിന്റെ നോട്ട്സ്. പിന്നെ ഞാൻ അനാട്ടമി ഒക്കെ എന്റെ ഇതിൽ തന്നെ വരച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് എന്റെ ഒരു ഇതിൽ കാണുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ തലയിൽ. സ്വന്തമായിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് സ്വന്തമായിട്ടുള്ള നോട്ട്സ് ഉണ്ടാവുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഷോർട്ട് നോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്ട് നോട്ടിനല്ല, നമ്മളത് കണ്ട് ഒരു പ്രോസസ്സിലൂടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വായിക്കുമ്പോൾ ഒക്കെ ആ മെയിൻ പോയിന്റ് നമുക്ക് ഓർമ്മ വരും അല്ലേ, അതും ഉണ്ടാവാൻ പറ്റുന്നതാണ്. അതായത് കുറെ നോട്ടൊന്നും ഇല്ല, ഒന്നിൽ തന്നെ ഞാൻ പല സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനെ. ഇനി ടുവേർഡ്സ് എൻ്റെ നമ്മളിപ്പം ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്യാതിരിക്കുക. അപ്പം അനീഷിൻ്റെ ബാച്ച്മേറ്റ്സ് ഇപ്പോഴും കയറാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. മേ ബി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സലൻ്റ് ആയ കുട്ടികളുണ്ട്. അവർ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അനീഷയുടെ ബാച്ച്മേറ്റ് അല്ലെങ്കിൽ സ്വന്തം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിൽ റൂംമേറ്റ്, അങ്ങനെ ഒരാൾ നല്ല ബ്രില്യൻ്റ് ആണ്, ഉഷാറാണ്, പല കാരണം കൊണ്ട് ഇതുവരെ പഠിക്കാൻ പറ്റില്ല, ബട്ട് 2027 എക്സാം എഴുതാൻ പോവുകയാണ്. വെരി സീരിയസ്ലി അവളോട് പറയും, എന്ത് പറയും, മേ ബി നിങ്ങൾക്ക് 1 മണിക്കൂർ ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ കൊടുക്കാണ്ട് നിന്നെ തന്നെയാണ് അവിടെ കാണുന്നത്, എന്ത് പറഞ്ഞു കൊടുക്കും? അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ഗോളാണ്. ആ ഗോളില് അതായത് നമുക്ക് എന്തായാലും ഒരു ഗവൺമെന്റ് സീറ്റ്, അത് നമുക്ക് എന്തായാലും ഒന്നല്ലേ വേണ്ടു, അതെന്തായാലും കിട്ടും എന്ന് വിചാരിക്കാം. അതിലേക്കുള്ള സ്റ്റെപ്പാണ് ബാക്കിയൊക്കെ. ഫസ്റ്റ് ഒരു ഒപ്റ്റിമിസ്റ്റിക് തോട്ട് വെക്കണം, അതിനെ കറക്റ്റ് ആയിട്ടുള്ള ഗോൾ ടാർഗറ്റ് കീപ്പ് ചെയ്ത് വെക്കണം. ഈ ഗോൾ വെക്കുന്നത് അതന്നെ കിട്ടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടി ബെറ്ററും കിട്ടും, ബട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഗോൾ കീപ്പ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും അതൊക്കെ ഇടുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ഇഫേർട്ട് ഇടാതെ നമുക്കൊന്നും കിട്ടില്ല. മാക്സിമം വർക്ക് ഒരാൾക്ക് പറ്റുന്ന, അതിപ്പോ ഓരോരുത്തർക്കും പറ്റുന്ന ചില ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുന്ന ആളുകൾ ഉണ്ടാവാം, അപ്പൊ അവർക്ക് പറ്റുന്ന മാക്സിമം വർക്ക് ഇടുക അല്ലെ. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാം. പിന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അതൊന്നും നമ്മള് മൈൻഡേ ചെയ്യണ്ട. നമുക്ക് ആരൊക്കെ പോസിറ്റിവിറ്റി തരുന്നോ പോസിറ്റിവിറ്റി മാത്രം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നെഗറ്റീവ് ഉള്ള പീപ്പിൾസിനെ താൽക്കാലികം അവോയ്ഡ് ചെയ്യുക. മേ ബി നല്ല ക്ലോസ് ആയിട്ടുള്ള ആളുകളാവും, എക്സാമിന് പീരീഡ് അവരൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലതായിരിക്കും. പിന്നെ മാക്സിമം MCQs കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം. തിയറിയിലെ കുറെ നേരം തിയറി ഇരിക്കുന്ന തിയറി അങ്ങ് കഴിക്കുക, പിന്നെ MCയിലേക്ക് കടക്കുക. അതായത് നമ്മളെ കുറച്ച് കാണരുത്. എന്തായാലും നമുക്ക് ആ സീറ്റ് വേണം. അപ്പൊ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, അതിൽ കിട്ടും എന്നുള്ളത് എന്തായാലും വിചാരിക്കാം. വെറുതെ പറഞ്ഞത് തന്നെ നല്ല ടാർഗറ്റ് വെക്കുക, അത് കിട്ടും എന്നുള്ളതിന് വർക്ക് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യാം. ആൻഡ് തിയറിയിൽ കുറേ നേരം ഇന്ന് സമയം കളയുന്നതിനേക്കാളും തിയറി വായിക്കുക, അതേപോലെ തന്നെ സബ്ജക്റ്റിലേക്ക് അതായത് ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ലേൺ ചെയ്ത് എത്തും എന്നുള്ളതാണ്. ഇത്ര കാര്യങ്ങളുള്ളൂ. വേറെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു കുറവും വരരുത്. മാക്സിമം അറ്റൻഡ് ചെയ്യുക, മാക്സിമം തെറ്റിക്കുക അല്ലേ. തുടക്കം മുതലേ തെറ്റിക്കുക. തുടക്കത്തിലാണ് നമുക്ക് തെറ്റിക്കാൻ പറ്റുക. 50 ആണ് എന്റെ നെഗറ്റീവിന്റെ ഒരു ഇത്. എനിക്ക് 50% അല്ലെ 50 നമ്പർ എന്തായാലും എനിക്ക് 50 ഉണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഏത് എക്സാം എഴുതിയാലും അതേ സിമ്പിൾ എക്സാം ആണെങ്കിലും ഞാൻ 50 എത്തിക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ 50 അല്ല കേട്ടോ, 50ലേക്കാളും അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. പക്ഷെ കുറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഏതാ മെയിൻ എക്സാം അല്ലേ വേണ്ടത്. തുടക്കത്തിൽ അപ്പൊ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറെ അധികം മിസ്റ്റേക്സ് വരും, അതിങ്ങനെ കുറഞ്ഞു വരും. അവസാനത്തെ GTയിലൊക്കെ എഴുതുമ്പോൾ ഈവൺ ദോ നമ്മൾ നല്ല എഴുതിയതാണെങ്കിൽ നല്ല നമ്പർ 50 ഒക്കെ ക്വസ്റ്റ്യൻസ് തെറ്റും, അപ്പോഴും നമ്മൾ ഡൗൺ ആവരുത്. പിന്നെ അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ നോക്കുക. തെറ്റ് അതായത് മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ മെയിൻ എയിം. ശരിയുടെ എണ്ണം കൂട്ടാൻ നോക്കുക അല്ലേ. ചില ആൾക്കാർ തെറ്റിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യും, അതല്ല അവിടെ വേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മൾ കോമ്പറ്റീഷനെ ഔട്ടാണ്. ഇന്ന് നേരത്തെ ഹാളിൽ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്ന അനീഷ പ്രത്യേകം പറഞ്ഞിരുന്നു, എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റീഷൻ ആവും. നമ്മൾ കോമ്പറ്റീഷനിൽ വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം എഴുതണം, തുടക്കത്തിൽ മാക്സിമം തെറ്റ് വരുത്തുക, പിന്നെ തെറ്റുകൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് അല്ലേ. സോ അനീഷ, ഫൈനലി നിങ്ങൾ റാങ്ക് വന്നു. അപ്പോൾ റാങ്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് പറയും, എന്താണ് എക്സ്പെക്ടേഷൻ? റാങ്ക് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ റാങ്ക് നോക്കിയിട്ടില്ല. ഞാൻ അന്ന് ഫോൺ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതായത് റിസൾട്ട് ഒന്ന് അറിഞ്ഞോണ്ടാണോ? അതെ. അപ്പോ നിയാസില്ലേ, നിയാസിന്റെ വൈഫ് അൻഷിത, അവര് കമ്പനിയാ. അപ്പൊ അവര് എന്നോട് ചോദിച്ചു എത്ര എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നോക്കണോന്ന് ചോദിച്ചപ്പോ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് നോക്കിയത്. നോക്കിയപ്പോ എനിക്ക് കിട്ടണം എന്ന് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ നല്ല ഹാപ്പി ആയി. ഓക്കെ, ഏതെല്ലാം റാങ്ക് ഒക്കെ വെച്ച് നല്ലൊരു സ്പെഷ്യാലിറ്റി സെലക്ട് ചെയ്യാൻ പറ്റട്ടെ. മേ ബി മൈൻഡിൽ നല്ലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും, അത് കോളേജ് കൂടി സിങ്ക് ചെയ്ത് ലാസ്റ്റ് റൗണ്ട് വരെ പോയിട്ട് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ വർക്ക് ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റട്ടെ. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ കാലിക്കറ്റിൻ്റെ അറൗണ്ടൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നമ്മുടെ പിള്ളേരുടെ മെൻറ്ററിങ്ങിന് സപ്പോർട്ടിങ്ങിന് ഉണ്ടായിരിക്കൂലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.